ആദ്യരാത്രിയിലെ നിഴൽ. രവി പത്രം മടക്കി. തലക്കെട്ടിലെ വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ ആവർത്തിക്കുകയായിരുന്നു. കല്യാണത്തിന്റെ പിറ്റേന്ന് ഭർത്താവ് മരിച്ചു. അതൊരു വാർത്തയല്ല, പുല്ലൂരിലെ ഒരു വീട്ടിലെ സംഭവമായിരുന്നു. താമരയും ചന്ദ്രനും 35-കാരിയായ താമരയും 75-കാരനായ ചന്ദ്രനും ഗ്രാമത്തിലെ വ്യക്തമായ വിവാഹം. എത്ര പേർക്ക് കണ്ണിൽ വിചിത്രമായി തോന്നി. പിന്നിൽ താമരയുടെ ഏക ചിന്തയുണ്ടായിരുന്നു, ഒരു കൂട്ടായി ജീവിക്കണം. ചന്ദ്രന്റെ ഏകാന്തതയും വയസ്സുമുന്നിൽ നിന്നുള്ള നിർബന്ധവുമൊന്നുമില്ലാതെയാണ് അവൾ സമ്മതിച്ചത്. ചന്ദ്രൻ സന്തോഷത്തോടെ പുതിയ സഖിയെ സ്വീകരിച്ചു. താമരയുടെ കരുത്തും വേദനയും തമ്മിൽ മിശ്രിതം. വിവാഹനിശയിലാണ് വീടിന്റെ മുറിയിൽ മിനുക്ക് തോന്നിയ നമുക്കൊരു ശാന്തി പകർന്നിരുന്ന നിലവിളക്ക് തെളിഞ്ഞത്. ഭാവി ചിന്തിച്ചിരുന്ന താമരയുടെ മനസ്സിൽ ആശങ്കയും ചില നേർക്കാഴ്ചകളും നിറഞ്ഞിരുന്നു. ചന്ദ്രൻ കിടക്കയിൽ നിന്ന് വളരെ മൃദുവായി പറഞ്ഞത്, ഇവിടെ നിന്റെ കൂടെയാകാൻ നന്ദി. ഞാൻ നിനക്കൊരു തണലായിരിക്കും. പിന്നീട് ഒരു രാത്രി, അത്രയും നീണ്ടതോ അത്രയും ചെറുതോ ആയിരുന്നു, ഒരു പുലർച്ചെയിരുന്നു. ചന്ദ്രൻ ഉറങ്ങാതെ പോയി. രാവിലെ ആ വീടിന്റെ പുറത്തു ശബ്ദം കേൾക്കുന്നതിനു മുൻപേ പുറത്തിറങ്ങാതെ നിന്നൊരു ജീവൻ പൊട്ടിപ്പോയി. റിപ്പോർട്ടർമാർ ക്യാമറകളോടെ എത്തി. കണ്ണീരോടെ കാത്തിരുന്ന ബന്ധുക്കളും. ഒറ്റപ്പെട്ട വീട്ടിലുള്ളത്, വാർദ്ധക്യത്തിന്റെ അവസാന നിമിഷങ്ങള്, എല്ലാം വൃത്താന്തങ്ങളായി മൂടി. താമര തമ്മിൽ ഉറവിടമാർന്ന സ്വപ്നങ്ങൾ ഒളിഞ്ഞിരിക്കാൻ തുടക്കം കിട്ടി. ഒരു ദിവസത്തെ ഭാര്യയായി അവൾക്കുണ്ടായത് ആ വീട്ടിലെ കരിഞ്ഞ നിലവിളക്കിന്റെ നിശബ്ദം മാത്രമായി. രവി പത്രം വീണ്ടും തുറന്നു നോക്കി. തലക്കെട്ട് അടുത്ത ലേഖനമെന്ന തെറ്റില്ല. വാക്കുകൾ വെറുതെ വരണ്ടുപോയില്ല. അവയിൽ ഒരു മനുഷ്യന്റെ ജീവിതം, ഒരു യുവതിയുടെ ദുർബലമായ പ്രതീക്ഷ, ഒടുവിൽ അതൊന്നിനെ മായ്ച്ചുപോയ ഒരു നിഴൽ സങ്കല്പമായി നിലകൊണ്ടിരുന്നു.